തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. കാരണം നമ്മളൊക്കെ ഫാനായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഒരു ഫാൻ ബോയ് മൊമെന്റ് ഒക്കെ ഉണ്ടോ? ഉറപ്പായിട്ടും ഫാൻ ബോയ് മൊമെന്റിലാണ് ഇന്നിപ്പോൾ നമ്മൾ തിയേറ്ററിലോട്ട് പോകുന്നത്. ലാലേട്ടനെ പോലത്തെ ഒരാളെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ, നമ്മൾ കണ്ട് വളർന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നമ്മുടെ ഒന്നും സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. സൗദി വെള്ളം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത്. അപ്പം ആ ഷൂട്ട് ചെയ്ത ദിവസങ്ങൾ മുതൽ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് സ്പെൻഡ് ചെയ്ത സമയങ്ങളെല്ലാം ഭയങ്കര ട്രഷേർഡ് മൊമെന്റ് ആയിട്ട് കൊണ്ടു നടക്കുകയാണ്. അപ്പം കംപ്ലീറ്റ്ലി ഒരു ഫാൻ ബോയ് മൊമെന്റ് തന്നെയാണ്. നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന ശോഭനയുടെ മിന്നാരം, മോഹൻലാലും പവിത്രം, അങ്ങനെ ഒരുപാട് തെന്മായിക്കൊമ്പത്ത്, പക്ഷെ അങ്ങനെ ഒത്തിരി സിനിമകൾ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടുകെട്ടിലേക്ക് വീണ്ടും വരുമ്പോൾ നമ്മളത് തിയേറ്ററിൽ കണ്ട് ഇത് തൊട്ട് മുമ്പിൽ അതിന് കട്ടും ആക്ഷനും പറയാൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, തുടക്കത്തിൽ നമ്മൾ ആ ഷൂട്ട് തുടങ്ങുന്ന തുടക്ക ദിവസങ്ങളിലൊക്കെ ആയിട്ട് അതിനെല്ലാം സ്റ്റാർട്ട് ചെയ്യണത് അന്ന് രാത്രിയിലൊക്കെ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം രണ്ട് ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിനോട് നമ്മൾ ഇതിനു മുമ്പത്തെ 2 സിനിമയിലൊന്നും അങ്ങനെയല്ല, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയായിരുന്നു. ഇത് അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സ്, മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച 2 നടനും നടിയും. അപ്പം അതിൻ്റെ ഒരു വറിയുണ്ടായിരുന്നു. പക്ഷെ അത് അവർ തന്നെയാണ് അത് കംഫർട്ടാക്കി എടുത്തത്. അവർ ഫസ്റ്റ് ദിവസം തന്നെ എന്നോടുള്ള ഇടപെടലിലും സംസാരങ്ങളിലും നമ്മൾ കാണിക്കുന്ന സൗഹൃദങ്ങളിലും ഒക്കെ അതങ്ങോട്ട് പെട്ടെന്ന് ഇല്ലാണ്ടായി. പിന്നെ അത് ഭയങ്കര ഈസി ആയിട്ടൊക്കെ ഒരു സൗഹൃദം ഉണ്ടായി ഞങ്ങൾക്കിടയിൽ. അങ്ങോട്ട് എന്തും പറയാവുന്ന രീതിയിലായി, കളിയാക്കലുകളായി, ചിരികളായി. അങ്ങനെ അതങ്ങോട്ട് അവർ തന്നെ കംഫർട്ടാക്കി എടുത്തു തന്നെ. ഈ മോഹൻലാലും ശോഭനയും സ്വാഭാവികമായിട്ടും ഒരുപാട് വർഷത്തെ ആക്ടിങ് പരിചയമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരിൽ നിന്ന് എന്ത് പഠിച്ചു തുടരും എന്ന സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ? എനിക്ക് കുറച്ചുകൂടി വർക്കിലുള്ള പ്രൊഫഷണൽസാണ് രണ്ടുപേരുടെയും പങ്ക്ച്വാലിറ്റി, അവർ വർക്കിനോട് കാണിക്കുന്ന ആത്മാർത്ഥത, ഒരു എത്രത്തോളം അഭിനയം നമുക്ക് അവർ ചെയ്യണമെന്നൊന്നും ഭയങ്കര എളുപ്പമുള്ള പണിയാണെന്ന് തോന്നുന്നു. പക്ഷെ അതിന് പിന്നിൽ അവരെടുക്കുന്നൊരു എഫേർട്ടും സ്റ്റഡിയും അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ടാണ്. അപ്പോൾ ഇതൊരു കൊട്ടിഘോഷിക്കാതെ അവർ വളരെ സിമ്പിളായിട്ടൊരു ആക്ടിങ് ഒക്കെ ചെയ്തു പോകുന്ന കാണുമ്പോൾ എനിക്കൊന്ന് അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് വർക്കിലുള്ള പ്രൊഫഷണൽസാണ് രണ്ടുപേരിൽ നിന്നും എടുക്കാനുള്ളത്. ഇരുവരും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ എപ്പോഴെങ്കിലും കട്ട് പറയാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപിടിക്കണം? ആക്ടർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ പല സമയത്തും നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ മൊമെന്റിൽ ഇതൊക്കെ പറയാൻ നല്ല ടെൻഷനുണ്ട്. ഭയങ്കര സിമ്പിൾ പടമായിട്ട് ഇത് കാണാൻ വന്നാൽ മതി. എനിക്ക് തരൺമൂർത്തി എന്ന സംവിധായകൻ സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞിട്ട് പങ്കെടുക്കുന്നു. അത് പുതുമുഖ താരങ്ങളെ വെക്കുന്നു, വളരെ ഹിറ്റായിട്ട് തിയേറ്ററിൽ കളിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു ജോണർ സൗദി വെള്ളയ്ക്ക, സ്വാഭാവികമായിട്ടും അതും ദേശീയ തലത്തിൽ വരെ അവാർഡിന് അർഹമായി അങ്ങനെ അടയാളപ്പെട്ടു. അപ്പോൾ ആ ഒരു ഡയറക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം അത് കിട്ടും. ജാവ ജനങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് എനിക്ക് ഇനിയും സിനിമ ചെയ്യണം എന്ന് കൊതി വന്നത്. അങ്ങനെ കൊതി വന്നപ്പോഴത്തേക്കാണ് ഈ സൗദി വെള്ളയ്ക്ക് ആക്ച്വലി സംഭവിച്ചു പോയത്. നമ്മൾ സൗദി വെള്ളയ്ക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയ റെസ്പോൺസുകൾ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ തലങ്ങളിലേക്ക് പോയത്, അല്ലെങ്കിൽ നാഷണൽ, അത് പിന്നെയും സിനിമ ചെയ്യാൻ കൊതിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു കൊതിയാണ് ഇപ്പം ഈ പറയുന്ന മോഹൻലാൽ, ശോഭന കൂട്ടുകെട്ടിൽ എം രഞ്ജിത്തിന്റെ പ്രൊഡക്ഷൻ, രജപുത്ര എന്ന പ്രൊഡക്ഷൻ ഹൗസ് എന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാളികൾ കൊടുക്കുന്ന സിനിമയാണ്, പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിക്കൊക്കെ ചേരുമ്പം ഇപ്പം ആ സിനിമയുടെ സക്സസ് എങ്ങനെയാണ്, അല്ല ആ സിനിമയുടെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്, നമ്മളുടെ ചിന്തകളൊക്കെ ശരിയായിരുന്നോ, നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചാണോ ഇന്ന് പ്രേക്ഷകർ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ടെസ്റ്റിംഗ് ആണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ആ ടെസ്റ്റിംഗ് സക്സസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹരം കയറും. ടെസ്റ്റിംഗ് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമ്മൾ ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ ഈ സിനിമയിൽ ഒരു പാട്ടുണ്ട്, എന്തൊരു ചേലാണ്. ആ പാട്ട് ഇറങ്ങി വളരെ ഹിറ്റായിട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇനിയുമുണ്ടോ പടത്തില് ചുണ്ടിലുകളിൽ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കാൻ പറ്റിയ? മ്യൂസിക്കലി ഡ്രോൺ ആണ് പറയുന്നത്. ഞങ്ങളിപ്പോ ഒരു 3 പാട്ട് ആണ് പുറത്തു വിട്ടിരിക്കുന്നത്. ഇനിയും ഉണ്ട് സിനിമയിൽ കുറച്ച് പാട്ടുകൾ. അതിങ്ങനെ സർപ്രൈസുകളായിട്ട് വെച്ചിരിക്കണം. വളരെ സർപ്രൈസിനേക്കാൾ ഉപരിയായിട്ട് ആദ്യമായിട്ട് തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് പാട്ടുകളും കൂടി സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സർപ്രൈസുകളും കൂടി ഉണ്ട്. ഈ ഒരു സിനിമയുടെ നഷ്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിഷാദിന്റെ ഒരു വിയോഗമാണ്. അതെ, അയ്യോ ഭയങ്കര. സിനിമ ഷൂട്ട് ചെയ്ത് തീരാൻ ഒരു 3 ദിവസം മുമ്പാണ് നിഷാദ് അങ്ങനെ നമ്മളിൽ നിന്ന് അകന്നു പോയത്. മലയാള സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ നഷ്ടമാണ് നിഷാദിനെ പോലൊരു എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് ഷെഫീഖ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് എഡിറ്റർ ഉണ്ടായിരുന്നു. അപ്പം നിഷാദിന് ഒരുപാട് ഇഷ്ടപ്പെട്ട, നിഷാദിന്റെ ഇടയ്ക്കൽ അവൻ കൊള്ളാമെന്ന് പറഞ്ഞ, പക്ഷെ വളരെ അപൂർവമായിട്ട് ഒരു എഡിറ്ററെ അഭിപ്രായങ്ങൾ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ നിഷാദ് കൊള്ളാമെന്ന് പറഞ്ഞ ഒരാളാണ് ഷെഫീഖ്. അപ്പം ഷെഫീഖ് ആ ഒരു നിഷാദ് വിട്ടുപോകുന്നതിന് 2 ദിവസം മുന്നേ എൻ്റെ അടുക്കേ പറഞ്ഞു, ഇവൻ നല്ല പയ്യനാ, അവൻ ഞാൻ കട്ട് ചെയ്യണ പോലെയൊക്കെയാണ് അവൻ കട്ട് ചെയ്യണം, അവൻ കയറി വരും എന്നൊരു സൂചന എനിക്ക് തന്നു. അപ്പൊ അവൻ പറഞ്ഞ ആ വാക്കിൽ വിശ്വസിച്ചാണ് ഞാൻ ഷെഫീഖിനെ ഏൽപ്പിച്ചത്. വേറൊരു കാര്യം, തരുണിന്റെ നാട് വൈക്കമാണ്. സ്വാഭാവികമായിട്ടും വൈക്കം നമുക്ക് എല്ലാവർക്കും അറിയാം, മമ്മൂക്കയുടെ നാടാണ്. അപ്പൊ മമ്മൂക്കയായിട്ടൊരു പടം, മമ്മൂക്കയായിട്ട് സംസാരിച്ചിരുന്നു സിനിമയെ കുറിച്ച്? മമ്മൂക്ക സമയം പോലെ തന്നെ വിളിച്ച് അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ എവിടെ കാണുമ്പോഴും
ഒരു വൈക്കംകാരനുള്ള സ്നേഹവും പരിഗണനയൊക്കെ തരാറുള്ള ആളാണ്. ചോദിച്ചില്ലേ നമുക്കെപ്പോഴും ഒരു പടം ചെയ്യേണ്ടത്? നല്ലൊരു ഉഗ്രൻ സ്ക്രിപ്റ്റ് ഇതുവരെയും നമുക്ക് ഇങ്ങോട്ട് വന്നില്ല. ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ്, കാരണം നമുക്ക് ഇപ്പം കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പീക്ക് ടൈമിൽ ആക്ടിങ്ങിന് മിനിക്കും അപ്പം അദ്ദേഹത്തിന്റെ ആക്ടറിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന സിനിമയായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ പക്ഷേ ഇത് പെട്ടെന്ന് ലാൽ സാറിന് വേണ്ടി ഒരു പ്രോജക്റ്റ് സ്ക്രിപ്റ്റായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മമ്മൂക്കി കൊണ്ട് സ്ക്രിപ്റ്റ് കണ്ടെത്താൻ പറ്റിയില്ല, നിർഭാഗ്യവശാൽ. എന്തായാലും തരുണിന്റെ മൂന്നാമത്തെ ചിത്രമാണ്, അതും ആ മോഹൻലാലും ശോഭനയുമായി ചേർന്ന് നിന്ന് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് തരുൺ എൻ്റെ ഒരു നാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, സുജായിട്ട് വരുന്നപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.